കേരളം നൽകിയ ഈടുറ്റ സംഭാവനകളിൽ ഒന്നാണ് ശ്രീ സഞ്ജു സാംസൺ. എണ്ണം പറഞ്ഞ 3 ഇന്നിങ്സുകളിലൂടെ ഇന്ത്യയുടെ ലോകകപ്പ് വിജയത്തിന് ചുക്കാൻ പിടിച്ച പ്ലെയറാണ് അദ്ദേഹം. സൂപ്പർ 8-ൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ പുറത്താകാതെ നേടിയ 97 റൺസ്, സെമിയിൽ ഇംഗ്ലണ്ടിനെതിരെ 89 റൺസ്, ഫൈനലിൽ ന്യൂസിലാൻഡിനെതിരായ 89 റൺസ്. ഈ 3 ഇന്നിങ്സുകളും ഇന്ത്യക്കാരൻ്റെ മനസ്സിൽ എക്കാലവും ഉണ്ടാകും. സഞ്ജു കളിച്ച ഓരോ ഷോട്ടും ലാൻഡ് ചെയ്തത് ഓരോ ഇന്ത്യക്കാരൻ്റെയും ഹൃദയത്തിലാണ്. 321 റൺസാണ് ടൂർണമെൻറ്റിൽ സഞ്ജുവിൻ്റെ സമ്പാദ്യം. സഞ്ജുവിൻ്റെ പ്രകടനത്തിന് പുറമെ സൂര്യകുമാർ യാദവിൻ്റെ ക്യാപ്റ്റൻസിയും മറ്റ് കളിക്കാരുടെ പ്രകടനവും വിജയത്തിലെ സുപ്രധാന കണ്ണികളായി. ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിനെയും അതിനുവേണ്ടി ആത്മാർപ്പണത്തോടെ പ്രവർത്തിച്ച ഓരോ കളിക്കാരനെയും അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കട്ടെ. അഹമ്മദാബാദിലെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇന്ത്യ ഫൈനലിനിറങ്ങുമ്പോൾ വലിയൊരു ദുഃഖം ഇന്ത്യക്കാരിലുണ്ടായിരുന്നു. 2023 ഏകദിന ലോകകപ്പ് ഫൈനലിൽ അതേ ഗ്രൗണ്ടിലാണ് നമ്മൾ ആസ്ട്രേലിയയോട് പരാജയപ്പെട്ടത്. അതേ ഗ്രൗണ്ടിൽ തന്നെ ഇന്ത്യയെ മറ്റൊരു ലോകകപ്പ് വിജയത്തിലേക്ക് എത്തിച്ചുകൊണ്ട് ഇന്ത്യക്കാരുടെ ആ ദുഃഖത്തെ സഞ്ജു കഴുകിക്കളഞ്ഞു. രാജ്യത്തിനെ ആകെ സന്തോഷത്തിലേക്ക് നയിച്ച ആ മത്സരത്തിൽ അമരക്കാരനായി നിന്നത് ഒരു മലയാളിയാണെന്നത് നമുക്കെല്ലാവർക്കും സന്തോഷം നൽകുന്ന കാര്യമാണ്. 15 വയസ്സ് തികയും മുൻപ് ദേശീയ ചാമ്പ്യൻഷിപ്പായ രഞ്ജി ട്രോഫിയിൽ അരങ്ങേറിയ കളിക്കാരനാണ് സഞ്ജു. ഏറെ ജനകീയമായ ഇന്ത്യൻ പ്രീമിയർ ലീഗിലാണ് ഈ പ്രതിഭയെ ഇന്നത്തെ സൂപ്പർ താരമാക്കിയത്. രാജസ്ഥാൻ റോയൽസിന് വേണ്ടി പല സീസണുകളിലും മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കാൻ സഞ്ജുവിന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ പ്രതിഭ വിനിയോഗിക്കപ്പെടുക ചെന്നൈ ടീമിന് വേണ്ടിയായിരിക്കും. വരുന്ന IPL സീസണിൽ സഞ്ജുവിൻ്റെ പ്രകടനം കാണാൻ ഓരോ ക്രിക്കറ്റ് പ്രേമിയും അക്ഷമയോടെ കാത്തിരിക്കുകയാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള മലയാളി കായിക താരം എന്ന നിലയിലേക്ക് സഞ്ജു ഉയർന്നിരിക്കുന്നു. കഠിനാധ്വാനവും മനസ്സാന്നിധ്യവുമാണ് അദ്ദേഹത്തെ ഈ നിലയിലേക്ക് എത്തിച്ചത്. ഗ്രൗണ്ടിലും പുറത്തും അടിമുടി മാന്യത സൂക്ഷിക്കുന്ന വ്യക്തിത്വമെന്ന നിലയിലും ആരാധകരുടെ മനസ്സിൽ സഞ്ജുവിന് ഉയർന്ന സ്ഥാനമുണ്ട്. മകനെ കായിക മികവ് കണക്കിലെടുത്ത് അത് തേച്ചുമിനിക്കാൻ ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരു കുടുംബത്തിൻ്റെ നിശ്ചയദാർഢ്യത്തിൻ്റെ കഥയും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒപ്പം നിന്ന ജീവിത പങ്കാളിയുടെ കഥയും കൂടി സഞ്ജുവിൻ്റെ വിജയത്തിന് പിന്നിലുണ്ട്. നേരത്തെ ഡൽഹിയിലായിരുന്ന സഞ്ജുവിൻ്റെ കുടുംബം അവിടെ ക്രിക്കറ്റ് പരിശീലനത്തിന് അയച്ച മകന് വേണ്ടത്ര അവസരം ലഭിക്കുന്നില്ലെന്ന് മനസ്സിലാക്കി നാട്ടിലേക്ക് മടങ്ങി വരികയായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് മെഡിക്കൽ കോളേജ് നഴ്സിൽ പരിശീലനത്തിനെത്തുന്നവർക്ക് പരിചിതമായ മുഖമായിരുന്നു സഞ്ജു എന്ന ബാലൻ്റേത്. കേരളത്തിൽ നിന്ന് തന്നെ പരിശീലിച്ച് ദേശീയ ടീമിലെത്തിയ സഞ്ജു സംസ്ഥാനത്ത് ക്രിക്കറ്റിലേക്ക് കടന്നു വരുന്ന കുട്ടികൾക്ക് നൽകുന്ന പ്രചോദനം വളരെ വലുതാണ്. കേരള ക്രിക്കറ്റിനുണ്ടായ മുന്നേറ്റത്തിൻ്റെ തിളക്കമുള്ള അടയാളം കൂടിയാണ് സഞ്ജുവിൻ്റെ നേട്ടം. ഒപ്പം കഴിഞ്ഞ 10 വർഷം സംസ്ഥാനത്തെ കായിക മേഖലയിലുണ്ടായ പുരോഗമനപരമായ മാറ്റത്തിൻ്റെ കൂടി ചിത്രമാണിത്. 2025 ദേശീയ ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പായ രഞ്ജി ട്രോഫിയിൽ കേരളം ഫൈനലിലെത്തി. വയനാട്ടിൽ നിന്നുള്ള മിന്നുമണി ഉൾപ്പെടെ 3 വനിതകൾ ദേശീയ ടീമിൽ ഉൾപ്പെട്ടു. രാജ്യത്ത് തന്നെ ഏറ്റവും ആദ്യം ക്രിക്കറ്റ് കളിച്ചു തുടങ്ങിയ നാടാണ് നമ്മുടേത്. 200 വർഷം മുൻപ് തലശ്ശേരിയിൽ ക്രിക്കറ്റ് കളി നടന്നുവെന്നാണ് ചരിത്രം പറയുന്നത്.
എന്നാൽ ആ പാരമ്പര്യത്തിനനുസരിച്ചുള്ള വളർച്ച നമ്മുടെ ക്രിക്കറ്റിന് ഉണ്ടായിരുന്നില്ല. ആ പോരായ്മ ഇന്ന് പരിഹരിക്കപ്പെട്ടു വരികയാണ്. സഞ്ജുവിനെ പോലുള്ള കൂടുതൽ താരങ്ങൾ ഇവിടെ നിന്ന് ഉയർന്നു വരണം. ഈ രംഗത്ത് ACAക്ക് കൂടുതൽ കരുത്തോടെ പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. 2020 ലോക കിരീട നേട്ടത്തിൽ സുപ്രധാന പങ്കുവഹിച്ച സഞ്ജു സാംസണ് എല്ലാ ഫോർമാറ്റിലുമുള്ള ക്രിക്കറ്റ് മത്സരങ്ങളിൽ രാജ്യത്തിനായി കളിക്കാനും കൂടുതൽ വിജയങ്ങൾ നേടാനും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ ഈ സ്റ്റേഡിയത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദനം.